ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ പാചകമാണ്. വെളുത്തുള്ളി അച്ചാർ വെള്ളക്കിടുന്ന ഖത്തറിൽ ഹസ്ബൻഡ് തന്നെ ചെയ്യുന്നതാണ്. എന്നോട് വിളിച്ച് റെസിപ്പി ചോദിച്ചായിരുന്നു. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവായും കടുക് ഇട്ടു. അതിന് ശേഷം പച്ചമുളകും ശകല ഇഞ്ചി, പേരിന് ശകല ഇഞ്ചി, കറിവേപ്പില, അത് പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് അത് വഴറ്റുന്നു. പിന്നെ ഇതവർക്ക് താമസ സ്ഥലത്ത് അവരുടെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി കുറച്ചങ്ങ് നടന്ന് മാറി താമസിക്കുന്ന റൂമിനോട് ചേർന്നല്ല, പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇച്ചിരി നടന്നങ്ങ് ചെല്ലുമ്പോൾ ഒരു കോമൺ പ്ലേസ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. എല്ലാവർക്കും മൊത്തം താമസിക്കുന്ന എല്ലാവർക്കും ചെന്ന് അവിടെ ചെന്ന് പാചകം ചെയ്യാൻ എന്തെങ്കിലും വേണമെങ്കിൽ. ഇവർക്ക് മെസ്സുണ്ട്, നല്ല ഫുഡുമാണ് 4 നേരം, 3 നേരം. പക്ഷെങ്കിൽ ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലും ലൊട്ടിലൊടുക്കം ഉണ്ടാക്കണമെങ്കിൽ ഇത് അങ്ങനെ ചെന്ന് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ മീനൊക്കെ വാങ്ങിച്ച് എല്ലാവരും കേരള രീതിയിൽ കറി വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുക, ഞാൻ പറഞ്ഞു കൊടുത്ത റെസിപ്പി പോലെ തന്നെ അറിയാമായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ എന്നോട് ഒന്നുകൂടെ ചോദിച്ചിട്ട് കായപ്പൊടിയൊക്കെ ലാസ്റ്റിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചായിരുന്നു. അതൊന്നും അങ്ങനെ ഓരോന്ന് ഒഴിക്കുന്നൊന്നും കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഒരു കൈ ഫോണും ഒരു കൈ തവിയും ഇതും എല്ലാം കൂടെ ആകുമ്പം പുള്ളിക്ക് അത് വശമില്ല. ഫോണെങ്ങാനും അതിനകത്ത് പോയെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധം പിടിച്ചതിൻ്റെ പേരില്ല വീഡിയോ എടുത്തത്. കൂട്ടുകാരും ഇല്ലായിരുന്നു. അപ്പം പുള്ളിക്ക് ഇന്നിച്ചിരി സമയം കിട്ടിയപ്പോഴത്തേക്ക് തന്നെ 1 കിലോ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് എല്ലാം നല്ല നീറ്റായിട്ട് പച്ചമുളകും ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് കണ്ടോ, നല്ല ഭംഗിയായിട്ടെല്ലാം തന്നെ ഉണ്ടാക്കുക. ആരെങ്കിലും വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ ഓരോന്ന് വെളുത്തുള്ളി പിന്നെ വിനാഗിരി ഇടുന്നതും കായ ഇടുന്നതും അങ്ങനെയൊക്കെ കാണിക്കാമായിരുന്നു. ഇത് ഒറ്റയ്ക്കായതുകൊണ്ട് നടക്കത്തില്ലോ. അപ്പോൾ ഇത്രയെല്ലാം ഒപ്പിച്ചൊക്കെ വീഡിയോ എടുത്താൽ ഞാൻ പേടിപ്പിച്ചെടുപ്പിച്ച്, എനിക്ക് വീഡിയോ ഒന്നുമില്ല, കൊച്ചിന് പരീക്ഷയായതുകൊണ്ട് എല്ലാം പുറകോട്ടാണ് ഞാൻ, അതുകൊണ്ട് എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം അവിടെ ഉണ്ടാക്കുന്ന സ്ഥലം ചുറ്റുപാടൊക്കെ ഗ്യാസൊക്കെ തുടയ്ക്കാതൊക്കെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നിങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ, എല്ലാവരും അളിച്ചു പൊളിച്ച് ഇട്ടിട്ട് പോവും, വൃത്തിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ തുടയ്ക്കാനൊന്നും എനിക്ക് സമയമില്ല, അപ്പം നിൻ്റെ വീഡിയോയിൽ വൃത്തികേടായിട്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഉള്ളതുപോലൊക്കെ മതി, ഗ്യാസ് അടുപ്പൊന്നും കാണിക്കാതെ പാത്രം മാത്രം കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ എടുപ്പിച്ചതാണ്, നിർബന്ധം പിടിച്ചെടുപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഹസ്ബൻഡിൻ്റെ പാചകം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അതെങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇനിയും ഓരോ ഇതുണ്ട്, ഗ്യാസൊക്കെ തുടയ്ക്കാൻ കിടക്കുന്നത്, അതൊന്നും തോന്നരുതേ. ഓരോരുത്തർ പലര് വന്നുണ്ടാക്കുന്നതല്ലേ. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ആണുങ്ങളല്ലേ, അപ്പോൾ അവർക്ക് വൃത്തിയൊക്കെ ഇച്ചിരി കുറവ്. പക്ഷേ ഈ പുള്ളിക്ക് ഭയങ്കര വൃത്തിയായിട്ടോ, ഹസ്ബൻഡിന് ഭയങ്കര വൃത്തിയാണ്. ആരൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു 9 മാസം. ആ 9 മാസം കൊണ്ട് ഭയങ്കരമായിട്ട് പാചകവും പഠിച്ചു, വീട്ടിലെ ഫുള്ള് പണിയും ചെയ്ത് അങ്ങനെ എല്ലാ കാര്യവും അറിയാം, വൃത്തിയും മെനയ്ക്കും ചെയ്യാനും പാചകവും ഒക്കെ അറിയാം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് എനിക്ക് വൈകിട്ട് വരെ കഴിക്കാനുള്ള ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു അന്ന് ജോലിക്ക് പോകുന്നത്. എൻ്റെ പൊന്നോ, ഞങ്ങൾ അന്ന് ആ സമയത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ആരൻ വാടക വീട്ടിൽ വെച്ചുണ്ടായത്, ആഷർ ഇവിടെ വെച്ചുണ്ടായത്. അങ്ങനെ എന്തായാലും എല്ലാം പഠിച്ചു. അപ്പോൾ നന്നായിട്ട് പാചകം ചെയ്യും, നല്ല വൃത്തിയും മെനയ്ക്കും ചെയ്യുകയും ചെയ്യും. അപ്പനും മക്കളും അല്ലേ, പേടിയാണ് എന്നെ, ഞാൻ നല്ല ചീത്ത പറയും, ഒച്ചപ്പാട് വെക്കും കിടന്ന് ഞാൻ അളിച്ച് പൊളിച്ച് ചെയ്ത്. അത് കാരണം ഇവർ 3 പേര് നല്ല സൂപ്പറായിട്ട് വൃത്തിക്കും മെനയ്ക്കും ചെയ്യും കേട്ടോ. അത് വലിയൊരു ദൈവാനുഗ്രഹം. സാധാരണ ആൾക്കാരൊക്കെ ചെയ്ത എല്ലാം അളിച്ചു വാരിയിടത്തില്ല, ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.